ഗൈസ്, നമ്മുടെ കണ്ണൂർ ജില്ലയിലെ പയ്യാവൂർ പഞ്ചായത്തിനെയും അതുപോലെ തന്നെ പടിയൂർ പഞ്ചായത്തിനെയും തമ്മിൽ കൂട്ടിമുട്ടിക്കുന്ന ഒരു പാലമുണ്ട്, നമ്മുടെ കണ്ടകശ്ശേരി പാലം. ആ പാലത്തിൻ്റെ ഒരു ദാരുണ അവസ്ഥയാണിത് കേട്ടോ. കുറേ വർഷങ്ങളായിട്ട്, മിനിമം ഒരു 10-12 വർഷങ്ങളായിട്ടുള്ള പാലത്തിൻ്റെ കൈവരിയുടെ അവസ്ഥയാണിത്. അപ്പോൾ നിങ്ങൾക്ക് ഇത് കാണാൻ പറ്റുന്നുണ്ടാവും. രണ്ട് സൈഡിലെയും കൈവരികൾ പൊളിഞ്ഞിട്ടുള്ളത്, റൈറ്റ് സൈഡും ലെഫ്റ്റ് സൈഡും രണ്ട് സൈഡിലും കൈവരികൾ അട്ടപ്പടലം പൊളിഞ്ഞിട്ടുള്ളത്, നടുക്ക് സെൻറ്റർ ഭാഗത്ത് മൊത്തത്തിൽ പൊളിഞ്ഞിട്ടുള്ളത്. ജ്ഞാനായ കുടിയേറ്റ സുവർണ്ണ ജൂബിലി സ്മാരകം എന്ന പേരിലാണ് ഇത് ഇവിടെ ശിലാസ്ഥാനം ചെയ്യപ്പെട്ടിരിക്കുന്നത് കേട്ടോ. ജ്ഞാനായ എന്ന് പറഞ്ഞാൽ നമ്മൾ കോട്ടയത്തു നിന്ന് കുടിയേറി വന്ന ഒരു കൂട്ടം ആളുകളാണ് ഇവിടെ നമ്മുടെ നാട്ടിലെ ക്രിസ്ത്യൻസ് ജ്ഞാനായക്കാരെന്നാണ് അറിയപ്പെടുന്നത്. ഓക്കെ, രണ്ട് പ്രധാന മണ്ഡലങ്ങളെ അതുപോലെ രണ്ട് പ്രധാന പഞ്ചായത്തുകളെ ഒരുമിച്ച് സംയോജിപ്പിക്കുന്ന ഒരു പാലം കൂടിയാണ് ഇത്. ഓക്കെ, അതുപോലെ തന്നെ ബസ്, ടോറസ് പോലുള്ള വലിയ വണ്ടികൾ പോകുമ്പം ഈ പാലത്തിൽ നിൽക്കുമ്പോൾ തന്നെ അതിൻ്റെ കുലുക്കം ആ പാലത്തിൻ്റെ അപകടാവസ്ഥ എടുത്തു കാണിക്കുന്ന ഒന്ന് തന്നെയാണ് കേട്ടോ. സോ ഇതൊക്കെ ഇവിടെയുള്ള ആളുകൾക്കെല്ലാം അറിയാവുന്നതാണ്. ആളുകളെല്ലാം ഇതിനു വേണ്ടി ഒരുപാട് നിവേദനങ്ങളും ചെറിയ രാഷ്ട്രീയങ്ങളൊക്കെ മാറി കൂട്ടുപിടിച്ച് ഒരുപാട് നിവേദനങ്ങളൊക്കെ കൊടുത്തിട്ടുള്ളതാണ്. ഇവിടെ 2.5 കിലോമീറ്റർ മാറി നമ്മുടെ സൈക്കിൾ ഗാർഡ് സ്കൂളുണ്ട്. അപ്പം അങ്ങോട്ടേക്ക് ഒരുപാട് കുട്ടികൾ നടപ്പാതെയായിട്ട് കാൽനടയായിട്ട് സ്കൂളിലേക്കൊക്കെ പോകുന്ന വഴിയാണ് കുട്ടികളാണ്. അപ്പം പുഴയെല്ലാം കാണുമ്പോൾ പുഴയിൽ മീനുണ്ട്. അപ്പം അതിൻ്റെ ക്യൂരിയോസിറ്റിക്ക് പുഴയിലേക്കൊക്കെ എത്തി വലിയ നോക്കാൻ സാധ്യതകൾ ഏറെയാണ്. അപ്പം ഒരു കാൽ വഴുതി വീണാൽ മതി എല്ലാം അവസാനിക്കാൻ. അപ്പം അപകടം ഏറെയുള്ള ഒരു വഴി തന്നെയാണ് ഈ വഴി. അപ്പം ഇത് ശ്രദ്ധിക്കാനോ ഇതിന് വേണ്ടിയിട്ട് ഒരു പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാനോ ഇവിടെയുള്ള രാഷ്ട്രീയ നേതാക്കന്മാർക്കോ സാമൂഹിക പ്രവർത്തകരോ മുന്നോട്ട് വരുന്നില്ല എന്നത് വളരെ അത്ഭുതകരമായ ഒരു കാര്യം തന്നെയാണ് കേട്ടോ. 2003 പണി കഴിപ്പിച്ച ഈ പാലം അതിനുശേഷം ഒരു രീതിയിലുള്ള മെയിൻ്റനൻസ് വർക്കുകളോ പണികളോ ഈ പാലത്തിന് വേണ്ടി നടന്നിട്ടില്ല. ഇത്രയും വർഷങ്ങളായിട്ടുള്ളൂ, ഇപ്പോൾ 2025 ഇത്രയും വർഷങ്ങളായിട്ട് പോലും ഒരു രീതിയിലുള്ള ഒരു മെയിൻ്റനൻസ് പണികൾ ഈ പാലത്തിന് വേണ്ടി നടക്കാത്തതിൽ തന്നെ എന്താ പറയുക, നമുക്കൊന്നും ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല. ഇത്രയും ആളുകൾ, ആയിരക്കണക്കിന് ആളുകൾ ഡെയിലി പോകുന്ന പാലം കൂടിയാണ് ഇത്. ഇതിൻ്റെ ശാശ്വതമായ പരിഹാരം എന്ന നിലയിൽ ഇടയ്ക്ക് ഓരോ മുളകളൊക്കെ കൊണ്ട് സൈഡിൽ ഇങ്ങനെ വെനങ്ങാക്കി വെക്കും, അല്ലെങ്കിൽ ഓരോ റിബൺ കെട്ടി വെക്കും. അതൊന്നുമല്ല, ഇത് ശാശ്വതമായ പരിഹാരമല്ല വേണ്ട. ഇതിന് പെർമനൻ്റായ ഒരു പരിഹാരം തന്നെ നമുക്ക് വേണം. ഒരു വലിയ അപകടം ഉണ്ടായ ശേഷം കരച്ചിലും പിഴിച്ചിലും എന്താ പറയുക, ഒരു കയ്യാങ്കളിയിലേക്ക് പോവാതെ അതിന് മുന്നേ തന്നെ സമാധാനപരമായി ഇത് കാണുന്ന രാഷ്ട്രീയ പ്രമുഖന്മാർ, ഈ രണ്ട് മണ്ഡലത്തിലെയും രാഷ്ട്രീയ നേതാക്കന്മാർ ഇത് കാണുകയും പറ്റുമെങ്കിൽ നിങ്ങളിവിടെ വരെ വന്ന് ഇതിൻ്റെ ശോചനീയാവസ്ഥ നേരിൽ കണ്ട് നിങ്ങൾക്ക് ബോധ്യപ്പെട്ട ശേഷം നിങ്ങളതായ രീതിയിൽ അറ്റ്ലീസ്റ്റ് ഇതിൻ്റെ കൈവരികളെങ്കിലും ഒന്ന് മെയിൻറ്റെയിൻ ചെയ്ത് ഒന്ന് റെഡിയാക്കി തരണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. കാരണം ഇതൊരു ഒരുപാട് ജീവനുകളുടെ ഒരു ആവശ്യം തന്നെയാണ്. ഒരുപാട് കുഞ്ഞു കുട്ടികൾ യാത്ര ചെയ്യുന്ന വഴികളാണ്. അതുകൊണ്ടൊക്കെ തന്നെ ആർക്കും എപ്പോഴും ഒന്ന് ശ്രദ്ധിക്കാൻ പറ്റിയെന്ന് വരത്തില്ല. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര ചെയ്യുന്ന ആളുകളാണ്. അപ്പോൾ എപ്പോഴേലും എന്തെങ്കിലുമൊക്കെ സംഭവിച്ച ശേഷം അതിനുവേണ്ടി അത് കഴിഞ്ഞിട്ട് വീണ്ടും അതിനോർത്ത് പശ്ചാത്താപിക്കാതെ അതിന് മുന്നേ തന്നെ നിങ്ങൾക്കാവുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ഈ ചെറിയ നാടിന് വേണ്ടി ചെയ്യണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്.